ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 4 മുട്ട 4ആണെങ്കിലും എത്രയാണെങ്കിലും അത് നമ്മളുടെ എണ്ണം അനുസരിച്ചാണ്. 4 മുട്ട, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് തക്കാളിക്ക അരച്ചെടുത്തത്. ഒത്തിരി അരച്ചാലും ചെറുതായിട്ട് അരച്ചാലും കുഴപ്പമില്ല. ഇത് നോർമൽ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോണക്കത്തെ ഗരം മസാലപ്പൊടി. പിന്നെ ഇതിൻ്റെ കൂടെ മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഓൾറെഡി ഞാൻ പേസ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാനിവിടെ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഞാൻ ഓൾറെഡി വെളുത്തുള്ളി ഇഞ്ചി എണ്ണയിലിട്ട് പഴുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ഇതിനകത്ത് സവാള അരിഞ്ഞത് ഇടുകയാണ്. ഇതിട്ട് വഴറ്റണം. ഇച്ചിരി ചെറുതായിട്ട് ബ്രൗൺ ആവുന്നിടം വരെ നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കണം. ഞാനിതിൽ ഉപ്പിടുകയാണ്. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇടണം. ഉപ്പിട്ട് കഴിയുമ്പം നമ്മളിത് വഴറ്റാനായിട്ട് ഇതിൻ്റെ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് എളുപ്പമാകും. അതുകൊണ്ട് ഉപ്പിട്ട് ഇനിയും വഴറ്റുകയാണ്. ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഞാനിതിൽ മല്ലിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി ഞാനൊരു 1.5 സ്പൂണ് ഇടുകയാണ്. 1.5 സ്പൂൺ ഇട്ടു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മഞ്ഞപ്പൊടി ഇടുകയാണ്. കൂട്ടത്തിൽ തന്നെ ഞാൻ മുളക് പൊടിയും 1 സ്പൂണ് മുളക് പൊടി ഇടുകയാണ്. ഒരു ശകലം കൂടെ, ഒരു 1/2 സ്പൂണും കൂടെ ഇടുകയാണ്. എരിവ് അനുസരിച്ച് വേണ്ടേ, അതുകൊണ്ട്. ഇനി ഞാൻ ഇതിൽ മസാല ഇട്ട് കഴിഞ്ഞു. മസാലപ്പൊടി ഇട്ടില്ല. ഇപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഇത്ര സാധനം ഇട്ടു. ഇനി ഞാൻ ഇതിൽ തക്കാളിക്ക ഇടുകയാണ്. ഇനി ഇത് നല്ലപോലെ വഴറ്റണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടും ഞാൻ നല്ലപോലെ വഴറ്റിയായിരുന്നു. പിന്നെ കരിയരുത്. നല്ലപോലെ വഴറ്റിയിട്ട് പിന്നെയാണ് ഞാൻ തക്കാളിക്ക ഇടുന്നത്. അത് ഒത്തിരി നേരം കഴിഞ്ഞല്ല, ഒരു ജസ്റ്റ്. ഞാനിത് ഒരു 5 മിനിറ്റിന് നേരത്തേന് അടച്ചു വെക്കുകയാണ് മസാല. ഇവിടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് എണ്ണ ഇറങ്ങാൻ തുടങ്ങിയ അപ്പോൾ ഞാനിത് മസാലയ്ക്കകത്ത് മസാലപ്പൊടി ഇടുകയാണ്. ഇത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടി ഇട്ട് വഴറ്റി മസാലപ്പൊടി ഇട്ട് വഴറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരല്പം വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ആക്കി കൊടുക്കണം. ഞാനിത് ഗ്യാസിൻ്റെ മീഡിയം ഫ്ലെയിമിൽ ആക്കി. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ചേർത്തു. 1 ഗ്ലാസ് വെള്ളം മൊത്തം ചേർത്തുള്ളൂ. ഒരു ചെറിയ തിക്ക് ഗ്രേവി ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇതിൻ്റെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടപ്പടച്ച് വയ്ക്കുകയാണ്. ഇത് നല്ലതുപോലെ തിളച്ചു വന്നപ്പോൾ നമ്മൾ ഇതിൽ മുട്ട ഇടുകയാണ്. മുട്ട ഇടുന്നതിന് മുന്നേ നമ്മൾ ഇതിന് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇതിലിങ്ങനെ ചെറുതായിട്ട് 3-4 ലൈന് ഇങ്ങനെ ഇട്ടു. അതിനെയും ഇതിലോട്ട് ഇടുകയാണ്. ഞാനിതിൽ മുട്ടയിട്ടു. ഈ മുട്ടയിട്ട് അടപ്പടച്ച് വയ്ക്കുകയാണ്. മസാല അതേ പിടിക്കും. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു.
മുട്ടക്കറി ഓക്കെ. ഞാനിവിടെ ഗ്യാസ് നിർത്തി വെക്കാൻ പോവുകയാണ്. നല്ലതുപോലെ തിളച്ചു എണ്ണയൊക്കെ പൊങ്ങി വന്നു. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയാണ്. അപ്പം നമുക്ക് ഇത് ഗ്യാസ് നിർത്തി വെക്കാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ ഞാൻ ഒരു അല്പം മല്ലിയില വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുട്ടക്കറി റെഡിയാണ്. എല്ലാവരും കറി വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ ബൈ.